നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 200 രാജ്യക്കാർ താമസിക്കുന്ന രാജ്യം, 200 ഭാഷകൾ സംസാരിക്കുന്ന, ജാതിമത ഭേദമന്യേ മനുഷ്യരെ മനുഷ്യരായി തന്നെ കാണുവാൻ പഠിപ്പിക്കുന്ന UAE ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു മാതൃകയാണ്. അതിനാൽ തന്നെ മതമേതായാലും ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കരുത് എന്ന് കർശനമായി തന്നെ ഇവിടുത്തെ അധികൃതർ താക്കീത് നൽകിയിട്ടുണ്ട്. അതാണ് UAEയുടെ വിജയവും. അതിനാൽ തന്നെയാണ് ഇവരും ഇവിടെ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി UAEയിൽ ഇന്ത്യയിലെ ഒരു മാധ്യമ പ്രവർത്തകനെ ചുറ്റിപ്പറ്റി വാർത്ത പുറത്തു വന്നിരുന്നു. അവസാനം രാജകുമാരി തന്നെ വിഷയത്തിൽ ഇടപെടുകയാണ് ചെയ്തത്. വിദ്വേഷ വാർത്തകളിലൂടെ നിരന്തരം വിവാദം സൃഷ്ടിച്ച സി ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് സുധീർ ചൗധരിയെ അബുദാബിയിലെ ചടങ്ങിൽ ക്ഷണിച്ചതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി UAE രാജകുമാരി ഹിന്ദ് ഫൈസൽ അൽ ഖാസിം രംഗത്തെത്തുകയുണ്ടായി. എന്തിനാണ് ശാന്തമായ എന്റെ നാട്ടിലേക്ക് അസഹിഷ്ണുവായ ഈ ഭീകരനെ കൊണ്ടുവരുന്നത്? UAEയിലേക്ക് അത്തരം വിദ്വേഷക്കാരെ ഞാൻ സ്വാഗതം ചെയ്യില്ല എന്നായിരുന്നു ഇവർ ട്വീറ്റ് ചെയ്തത്. അബുദാബി ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് കൂട്ടായ്മ നവംബർ 25, 26 തീയതികളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ മുഖ്യപ്രഭാഷകനായി ചൗധരി ക്ഷണിച്ചതിനെതിരെയായിരുന്നു ഹിന്ദിന്റെ പ്രതികരണം പുറത്തുവന്നത്. ഇതിനു പിന്നാലെ ചടങ്ങിൽ നിന്ന് ചൗധരിയെ ഒഴിവാക്കിയതായും രാജകുമാരി തന്നെ അറിയിക്കുകയായിരുന്നു. CAA വിരുദ്ധ സമരങ്ങളെ ഭീകരവാദമായി ചിത്രീകരിച്ചും കൊറോണയുടെ തുടക്കത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയും സി ന്യൂസ് നടത്തിയ വാർത്താ പരിപാടികൾ ഏറെ വിവാദമായിരുന്നു. ഭൂമി ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ വ്യാജ വാർത്തകളും തന്റെ ചാനൽ ഷോയിലൂടെ ചൗധരി നിരന്തരം പ്രചരിപ്പിക്കുകയായിരുന്നു. സുധീർ ചൗധരി അബുദാബി ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ പാനലിൽ നിന്ന് ഒഴിവാക്കി എന്ന കുറിപ്പോടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അബുദാബി ചാപ്റ്ററിലെ അംഗങ്ങൾ എഴുതിയ കത്തിന്റെ പകർപ്പും ഇവർ ട്വിറ്ററിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. വ്യാജ വാർത്തകൾ, ഇസ്ലാമോഫോബിയ, വർഗീയ വിദ്വേഷം, വ്യാജരേഖാ നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം ആരോപണ വിധേയനാണ്. പ്രമുഖ പ്രൊഫഷണൽ സംഘടന ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പത്രപ്രവർത്തകനെ ക്ഷണിച്ച് വേദി നൽകുകയും അതുവഴി നമ്മുടെ അന്തസ്സും ബഹുമാനവും കുറയ്ക്കുകയും ചെയ്യണോ എന്നായിരുന്നു അംഗങ്ങൾ പേര് വെച്ച് ഒപ്പിട്ട കത്തിലെ ചോദ്യം. ഇതേ തുടർന്ന് സുധീർ ചൗധരിയെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഹിന്ദ് ഫൈസൽ അൽ ഖാസിമിന്റെ ട്വീറ്റിൽ നിന്നും ചില ഭാഗങ്ങൾ ഇങ്ങനെ: ഇന്ത്യയിലെ 200 ദശലക്ഷം മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള കടുത്ത ഇസ്ലാമോഫോബിക് ഷോകൾക്ക് പേരുകേട്ട വലതുപക്ഷ അവതാരകനാണ് സുധീർ ചൗധരി. അദ്ദേഹത്തിന്റെ പ്രൈം ടൈം ഷോകളിൽ പലതും രാജ്യത്തുടനീളമുള്ള മുസ്ലിങ്ങൾക്കെതിരെ അക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതാണ്. നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുതയുള്ള ഒരു ഭീകരനെ UAEയിലേക്ക് കൊണ്ടുവരുന്നത്? ശാന്തമായ എന്റെ രാജ്യത്തേക്ക് നിങ്ങൾ ഇസ്ലാമോഫോബിയയും വെറുപ്പും കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? 2019, 2020 വർഷങ്ങളിൽ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് മുസ്ലിങ്ങൾക്കെതിരെ വിഷം ചീറ്റുന്ന ഷോകൾ സുധീർ ചൗധരി സി ന്യൂസിൽ നടത്തി. ഷഹീൻബാഗിലും ന്യൂഡൽഹിയിലും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പൗരത്വ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയതിന് മുസ്ലിം വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും ലക്ഷ്യമിട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്നാണ് UAE രാജകുമാരി ഹിന്ദ് ഫൈസൽ അൽ ഖാസിം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.